ഈ അടുത്ത ദിവസം നമ്മളുടെ അടുത്ത് നിന്ന് റെസ്യൂമേ ചെയ്ത ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. സോ റെസ്യൂമേ ഒക്കെ ചെയ്ത് പോയതിന് ശേഷം പറഞ്ഞു, പൊതുവേ എല്ലാവരുടെ റെസ്യൂമേ ഞാൻ കണ്ടു, അതിൽ ഏറ്റവും നന്നായിട്ട് പ്രൊഫഷണലായിട്ട് ചെയ്തിട്ടുള്ള റെസ്യൂമേ എൻ്റെ തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് ജോലി കിട്ടിയില്ല എന്നുള്ളൊരു കാര്യം. അതേസമയം ഫാൻസി റെസ്യൂമേഴ്സും അല്ലെങ്കിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉള്ള എന്താ പറയുക, ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത റെസ്യൂമേഴ്സ് ഉള്ള ആൾക്കാർക്കൊക്കെ ജോലി കിട്ടുകയും ചെയ്തു. അപ്പോൾ അവിടെ പറയാനുള്ളൊരു കാര്യം, റെസ്യൂമേ മാത്രമല്ല നമുക്ക് ജോലി മേടിച്ച് തരുന്നൊരു കാര്യം. ആൻഡ് എസ്പെഷ്യലി അവിടെ കുറച്ച് കാര്യങ്ങൾ അഡീഷണലി മെൻഷൻ ചെയ്യാനുണ്ട്, പ്രത്യേകിച്ച് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലേക്ക് വരുമ്പോൾ. ഒന്ന് അഡീഷണലായിട്ടൊരു കാര്യം ചോദിച്ചത്, എന്ത് തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് അല്ലെങ്കിൽ എന്ത് വേക്കൻസിയിലേക്കാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടന്നത്, ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ റിക്രൂട്ട്മെൻറ്റ് നടന്നത് എന്ന് ചോദിച്ചിരുന്നു. പലപ്പോഴും ഡെഫിനറ്റ്ലി എൻട്രി ലെവൽ റോൾസ് ആയിരിക്കും. അതിൽ തന്നെ ബാങ്കിലേക്ക് സെയിൽസ് പ്രൊഫൈൽ, അതായത് ICICI ബാങ്ക് പോലെയുള്ള അല്ലെങ്കിൽ HDFC ബാങ്ക് പോലെയുള്ള പ്രൈവറ്റ് സെക്ടറിൽ അക്കൗണ്ട് ഓപ്പണിംഗ് പോലുള്ള പേർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഹയർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ, അത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ബ്രാഞ്ചിലേക്ക് എന്നുള്ള രീതിയിലൊക്കെയുള്ള ഹയറിംഗ് ആയിരുന്നു നടന്നിരുന്നത്. സോ എന്തുകൊണ്ടായിരിക്കാം നല്ല റെസ്യൂമേ ഉണ്ടായിട്ടും നല്ല ക്വാളിറ്റി ഉണ്ടായിട്ടും ആളെ സെലക്ട് ചെയ്യാതെ പോയത്? ഉത്തരം വളരെ സിമ്പിളാണ്. കാരണം ഇത് ഒരു എൻട്രി ലെവൽ ജോബാണ്, അത്ര ഹൈ സാലറി ഇതിന് കിട്ടുന്നുണ്ടാവില്ല. തന്നെയല്ല, ഈ ജോലിയെ സംബന്ധിച്ച്, ഈ തരത്തിലുള്ള ജോലികളെ സംബന്ധിച്ച് അട്രീഷൻ റേറ്റ് വളരെ ഹൈ ആയിരിക്കും. അതായത് ഒരുപാട് കാലമൊന്നും ആൾക്കാർ നിൽക്കില്ല. കുറച്ചാൾ വർക്ക് ചെയ്യുന്നു, ഫസ്റ്റ് ജോബ് ആയിരിക്കും പലരുടെ, കുറച്ചാൾ വർക്ക് ചെയ്യുന്നു, പെട്ടെന്ന് മറ്റൊരു ജോബ് നോക്കുന്നു, അതിലേക്ക് പോകുന്നു. പലപ്പോഴും ആൾക്കാർക്ക് ടാർഗറ്റ് ഫില്ല് ചെയ്യുന്ന രീതിയിലുള്ള ജോബ്സിലേക്ക് താല്പര്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ തരത്തിൽ അവർ സ്വിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും പെട്ടെന്ന് ജോലി മാറാൻ സാധ്യതയുള്ള ആൾക്കാരെ ഇവർ പ്രിഫർ ചെയ്യാതിരിക്കും. സോ ഇത്തരത്തിലുള്ള റോൾസിലേക്കൊക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം സ്കിൽഡ് ആയിട്ടുള്ള, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ആൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓവർ ക്വാളിഫൈഡ് എന്ന് പറയുന്നൊരു സംഗതി വരുന്ന ഇവിടെയാണ്. അതായത് എന്തായാലും ഇവർക്ക് ഇതിനെക്കാട്ടിലും നല്ല ജോലി കിട്ടാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെ നിന്ന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർ പോവുകയും ചെയ്യും എന്നൊരു സിനാരിയോ വരുമ്പോൾ എന്താ ചെയ്യുക? ഇവരെടുക്കില്ല. കാരണം ഒരാൾ ജോയിൻ ചെയ്തു, 1-2 മാസത്തിൽ അയാൾ പോയി കഴിഞ്ഞാൽ വീണ്ടും ഇവർക്ക് ഒരു ഹയറിങ് മുഴുവൻ നടത്തണം, പുതിയ ആൾക്കാരെ കണ്ടെത്തണം, അവരെ ട്രെയിൻ ചെയ്യിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഡിഫിക്കൽട്ടാണ്. സോ നമ്മൾ ഓവർ ക്വാളിഫൈഡ് ആവുന്നത് ഒരു പ്രശ്നമാണ്. പലപ്പോഴും നമ്മൾക്ക് നമ്മുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള വേക്കൻസീസ് വരുന്നില്ലെങ്കിൽ അതിലേക്ക് നമ്മളെ സെലക്ട് ചെയ്യാതിരിക്കാനുള്ള സാധ്യതകളുണ്ടാവും. സോ അണ്ടർ ക്വാളിഫൈഡും ഓവർ ക്വാളിഫൈഡും ഒരുപോലെ റീസൺസ് ആണ്. സോ ഒരു റെസ്യൂമേ നന്നായതുകൊണ്ട് മാത്രം നമുക്ക് ജോലി കിട്ടണമെന്നില്ല. 2 തരത്തിലാണ് അതിനെ പറയാനുള്ളത്. റെസ്യൂമേ മാത്രം നന്നായാൽ പോരാ, നമ്മളുടെ ഇൻ്റർവ്യൂവിലെ പെർഫോമൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നന്നാവണം എന്നുള്ളതൊന്ന്. 2, റെസ്യൂമേ നന്നായതുകൊണ്ട് മാത്രവും ഇൻ്റർവ്യൂവിലെ പെർഫോമൻസ് നന്നായതുകൊണ്ട് മാത്രം ജോലി കിട്ടണമെന്നില്ല. നമ്മൾ ഓവർ ക്വാളിഫൈഡ് ആയാലും അണ്ടർ ക്വാളിഫൈഡ് ആയാലും ഒരുപോലെ തന്നെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാതെ പോകും. സോ ഈ കാര്യങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൻ്റെ സമയത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ഥാപനങ്ങളും അവരുടെ റോൾസും ഡെസിഗ്നേഷൻസും നമ്മുടെ പ്രൊഫൈലും തമ്മിലുള്ളൊരു കോമ്പിനേഷനൊക്കെ ഒന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ജോലി കിട്ടാതെ പോകുന്ന ആൾക്കാർക്ക് ഒരു ഉത്തരം കിട്ടും. ആൻഡ് ഒബ്വിയസ്ലി ഒരു കാര്യം എപ്പോഴും മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ടത്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് മാർക്സ്. നമ്മളുടെ മാർക്കിനെ പറ്റി മാത്രമല്ല, കോളേജിൽ അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക്സിൻ്റെ ഭാഗത്ത് നമ്മൾ മാർക്സിനെ പറ്റി സംസാരിക്കും. പക്ഷേ കരിയറിലേക്ക് വരുമ്പോൾ, ജോബിലേക്ക് എത്തുമ്പോൾ സ്കിൽസ്, ഹാർഡ് സ്കിൽസ് ആണെങ്കിലും ശരി, സോഫ്റ്റ് സ്കിൽസ് ആണെങ്കിലും ശരി, മാറ്റേഴ്സ് എ ലോട്ട്. അത് മൈൻഡിൽ വെക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. ഫ്രീ റെസ്യൂമേ അഡ്വൈസിനും ലിങ്ക്ഡിൻ പ്രൊഫൈൽ റിവ്യൂവിനും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ റെസ്യൂമേ ഓർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ മേക്ക് ഓവർ സർവീസസ് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ എക്സ്പെർട്ട് ടീം ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.